ഇണക്കവും പിണക്കവും അതെല്ലാം കുടുംബജീവിതത്തിൻ്റെ ഭാഗമാണ്. നിങ്ങളിത് പിണങ്ങും ഇണങ്ങും പിന്നെ അത് വീണ്ടും ഒന്നാവും, അങ്ങനെയൊക്കെ അതൊക്കെ സാധാരണമായ കാര്യമാണ്. പങ്കാളിയുടെ സ്വഭാവമായി പൊരുത്തപ്പെടാനാകാതെ പലപ്പോഴും വലിയ വഴക്കുകൾക്കൊക്കെ കാരണമായി വരും. അത്തരം ചില വഴക്കുകൾ സംവിധായകൻ ഭരതനുമൊത്തുള്ള കുടുംബജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെന്ന് KPSC ലളിത ഒരു കാലത്ത് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ലളിത ചേച്ചി ചില കാര്യങ്ങളൊക്കെ വെട്ടി തുറന്നു പറയും. ചേച്ചിയുടെ രീതി ഏതാ? ഭരതൻ്റെ മദ്യപാനത്തെ ചൊല്ലിയായിരുന്നു പലപ്പോഴും ഈ വീട്ടിൽ വഴക്കുണ്ടാകുക. അദ്ദേഹത്തിൻ്റെ മരണശേഷം താൻ ഏറ്റവും അധികം പശ്ചാത്തപിക്കുകയും വേദനിക്കുകയും ചെയ്ത് അന്നത്തെ ആ വഴക്കിടലുകളെ കുറിച്ചായിരുന്നു എന്ന് ലളിത ചേച്ചി തുറന്നു പറഞ്ഞിട്ടുണ്ട്. കൂടെ ഉണ്ടായിരുന്ന കാലത്ത് ഒരു വിലക്കും ഏർപ്പെടുത്താതെ ശണ്ട കൂടി നേരത്തുകൂടി അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നെങ്കിൽ അത് അദ്ദേഹത്തിനും കൂടുതൽ സന്തോഷം നൽകിയേനെ എന്ന് ചേച്ചി കുമ്പസാരത്തോട് പറയുകയുണ്ടായി. വലിയ സ്നേഹമായിരുന്നു ഇരുവരും തമ്മിൽ. പിണങ്ങിയിരിക്കുന്നതിന് പോലും ചേച്ചിക്ക് ഭരതന് കുറച്ച് സമയം അനുവദിച്ചിരുന്നു. അതായത് 3 മണിക്കൂർ. ആ 3 മണിക്കൂർ കരയുകയോ പിഴിയോ നെഞ്ചത്തടിക്കുകയോ വഴക്ക് പറയുകയോ ഇറങ്ങിപ്പോവുകയോ ഒക്കെ ചെയ്യാം. 3 മണിക്കൂർ കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വന്നേക്കണം പഴയതിലേക്ക്. ഇതായിരുന്നു ഭർത്താവായ ഭരതൻ്റെ നിബന്ധനയും ശാസനയും. വഴക്കുകളൊക്കെ സർവ്വസ്വാഭാവികം. പക്ഷേ ഏതൊരു ബന്ധത്തിൻ്റെയും അടിത്തറ പണിതിരിക്കുന്നത് സ്നേഹത്തിലായിരിക്കണം. പങ്കാളിയുടെ സ്വകാര്യത മാനിക്കുകയും സ്വാതന്ത്ര്യം അംഗീകരിക്കുകയും വേണം. തെറ്റുകൾ കണ്ടാൽ ബഹളം വയ്ക്കാതെ സ്നേഹത്തോടെ തിരുത്താൻ ശ്രമിക്കണം. കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം. അതെ, അത് തന്നെയാണ് കുടുംബം.